മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 123 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയാം. സങ്കീർത്തനങ്ങൾ 11 മുതൽ 14 വരെ, റോമർ 6-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ശരിയുത്തരം എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: തീക്കുഴി അല്ലെങ്കിൽ ചൂള എന്നർത്ഥം വരുന്ന രണ്ടക്ഷര പദം ഏത്? ഉത്തരം ഉല. സങ്കീർത്തനം 12-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: യഹോവ ആരുടെ സങ്കേതമാകുന്നു? ഉത്തരം ദരിദ്രന്റെ കേട്ടോ. സങ്കീർത്തനങ്ങൾ 14-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബൈബിളിലെ ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ മറുപേരും പാഠഭാഗത്തുണ്ട്, എന്താണ്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം യാക്കോബ്, മറുപേര് ഇസ്രായേൽ. സങ്കീർത്തനങ്ങൾ 14-ന്റെ 7-ൽ ഉത്തരമുണ്ട്. അതുപോലെ ഉൽപ്പത്തി 32-ന്റെ 28-ലും ഉണ്ട് കേട്ടോ. ഇതിൽ ഉൽപ്പത്തി 32-ന്റെ 28 സപ്പോർട്ടിംഗ് റെഫറൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ? ശരിയായിട്ടുള്ള റെഫറൻസ്, നിങ്ങൾ എഴുതേണ്ട റെഫറൻസ് സങ്കീർത്തനം 14-ന്റെ 7-ാമത്തെ വാക്യാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യഹോവയുടെ മുഖത്തെ ദർശിക്കുന്നത് ആര്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം നേരുള്ളവർ. സങ്കീർത്തനങ്ങൾ 11-ന്റെ 7-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യേശു ക്രിസ്തുവിൽ നിത്യജീവൻ എന്താണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ദൈവത്തിന്റെ കൃപാവരം. റോമർ 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം ശരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എനിവേ, എല്ലാ ഉത്തരങ്ങളും ശരിയായിട്ട് അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 15 മുതൽ 18 വരെ, റോമർ 7-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.